അവർ അവിടെ എത്തുന്നതിന് ആഗ്രഹിക്കാത്ത ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് എന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യരും വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബജ്രംഗ് പൂനിയ പറഞ്ഞത് ഒരു രാഷ്ട്രം വേട്ടയാടിയ താരമെന്നാണ്. അങ്ങനെ പറയണമെങ്കിൽ എന്താണ്, ബാക്കി ഒരു രാജ്യത്തെയും താരങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശമില്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരവരുടെ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരപാതയിൽ വലിയ തോതിലുള്ള എന്താണ് പറയുന്നത് തടസ്സങ്ങളെ മറികടന്ന് വന്ന ആളാണ്. നമ്മൾ അവരെക്കുറിച്ച് പറഞ്ഞില്ല, 53 കാറ്റഗറിയിൽ മത്സരിക്കേണ്ട അവർ 50-ലും 53-ലും ഒരുപോലെ ട്രൈ ചെയ്യുന്നു. 53-ൽ അവർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട് 53-ൽ അവർക്ക് സ്വാഭാവികമായും കാൻഡിഡേറ്റ് ആയില്ല? 53-ൽ അവർ കാൻഡിഡേറ്റ് ആവാത്തതിൻ്റെ കാരണം അവരെ തൊട്ട് മുമ്പുള്ള നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചിട്ടില്ല. എന്തുകൊണ്ട് മത്സരിച്ചില്ല? മത്സരിക്കാത്തതിൻ്റെ കാരണം അവർ ഈ സമരത്തിലായിരുന്നു. ഈ സമരം ആർക്കെതിരെയുള്ളതാണ്? സ്ത്രീകളെ പീഡിപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഈ BJP നേതാവായിട്ടുള്ള ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ആൾ രാത്രി റൂമിലേക്ക് വിളിപ്പിക്കുമ്പോൾ പോകണമായിരുന്നു എന്ന ദുരവസ്ഥയ്ക്കെതിരെ സമരം ചെയ്തുകൊണ്ട് അവർക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമായി. ചാമ്പ്യൻഷിപ്പ് നഷ്ടമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ 53 കാറ്റഗറി അവർക്കല്ല എന്താ പറയുന്നത് അനുവദിക്കപ്പെട്ടത്, അലോട്ട് ചെയ്യപ്പെട്ടത്. അവർ നിർബന്ധിതയായി 50-ൽ മത്സരിക്കാൻ. അപ്പോൾ അവരുടെ 50-ൽ വെയിറ്റ് നിലനിർത്താനുള്ള അവരുടെ പോരാട്ടം കണ്ടപ്പോൾ അവർ പലപ്പോഴും മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചുവെന്ന് ഈ ഹംഗറിക്കാരനായ കോച്ച് പറഞ്ഞ വാർത്ത നമ്മളൊന്ന് കണ്ടു. അപ്പം അത്രയും അവർ സ്ട്രഗിൾ ചെയ്തു, സിസ്റ്റത്തിനെതിരെ സ്ട്രഗിൾ ചെയ്തു. ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി അവർക്ക് വേണമെങ്കിൽ സ്വാർത്ഥമോഹിയായ ഒരു അത്ലറ്റ് ആവാം, ഒരു ഗുസ്തിക്കാരി ആവായിരുന്നു. അവരെ നേരിട്ട് എഫക്റ്റ് ചെയ്ത സംഗതിയൊന്നുമല്ല. പക്ഷെ അവർ കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയും സഹജീവികൾക്ക് വേണ്ടിയും കൂടി ചിന്തയുള്ള ഒരു വലിയ ആളാണ്. അവരുടെ വിടവാങ്ങൽ കുറിപ്പിൽ അവരതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ അച്ഛൻ അവരുടെ അച്ഛൻ സാധാരണ ഒരു ബസ് ഡ്രൈവറായിരുന്നു. അച്ഛൻ ഏറ്റവും ഇളയ മകളായ എന്നോടായിരുന്നു ഏറ്റവും അധികം സ്നേഹം. എന്നെ എപ്പോഴും അടുത്ത് വിളിച്ചിരുത്തി, നീ മുയലെ കൂടി വിമാനം പറത്തുമ്പോൾ താഴെ കൂടി എനിക്ക് ബസ് ഓടിച്ചു പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം. അത് കാണാതെ അച്ഛൻ പോയി. ചെറുപ്പത്തിൽ തന്നെ 9ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് 3rd സ്റ്റേജ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. അതോടുകൂടി പുള്ളിക്കാരി ആകെപ്പാടെ തകർന്നു. ജീവിതം വീണ്ടെടുക്കാൻ എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന മോഹം നീളമുള്ള മുടിയും കയ്യിലൊരു മൊബൈൽ ഫോണും മാത്രം കൊതിച്ച ഒരു പെൺബാല്യമായിരുന്നു എൻ്റെ എന്ന് അവർ പറയുന്നുണ്ട്. അമ്മയ്ക്ക് 3rd സ്റ്റേജ് ക്യാൻസർ സ്ഥിരീകരിച്ചുകൂടി അത്തരം മോഹങ്ങളൊക്കെ മാറ്റിവെച്ച് പോരാടാൻ ഞാൻ നിർബന്ധിതയായി. അച്ഛൻ്റെയും ജീവിതം എന്നെ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ അർബുദബാധിതയായ അമ്മയ്ക്ക് അച്ഛൻ്റെ സ്മൃതിക്ക് മുമ്പിലേക്ക് എൻ്റെ അഭിമാനകരമായ നേട്ടങ്ങൾ ഞാൻ കൊണ്ടുവരും എന്ന് പ്രതിജ്ഞ ചെയ്ത ബാല്യമാണ് അവരുടേത്. അപ്പോൾ അവരതിനുവേണ്ടി വലിയ തോതിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റാണ് അവരെ ഇവിടെ എത്തിച്ചത്. അതിനിടയ്ക്ക് അവർക്ക് സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറഞ്ഞ ഭരണകൂട പ്രധാനിയോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നതാണ് രാജ്യത്തിൻ്റെ പ്രശ്നം. എത്രയോ പേർക്ക് മെഡൽ കിട്ടാതെ പോയി ഇന്ത്യയിൽ നിന്ന് പോയ. ഇവരുടെ കാര്യത്തിൽ മാത്രം ഇവർക്ക് മെഡൽ നഷ്ടമാകുമ്പോൾ, ഇവരുടെ ഭാരത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പം രാജ്യം സംശയിക്കുന്നു നമ്മുടെ സിസ്റ്റത്തെ, അഡ്മിനിസ്ട്രേഷനെ. എന്തുകൊണ്ടാണ്? അത് ആ സിസ്റ്റം അവർക്കൊപ്പം നിന്നില്ല എന്നാണ് അവർ തുടക്കം മുതലേ പറയുന്നുണ്ട്. എന്നെ വീഴ്ത്താൻ എൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് വഴി, എൻ്റെ കോച്ച് വഴിയോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ വഴിയൊക്കെ പലതരത്തിലുള്ള ശ്രമം ഈ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കാനുള്ള പരാതി നേരിട്ട് പറയുകയും എക്സിൽ എഴുതുകയും വെച്ചിട്ടുള്ള ആളാണവർ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മടക്കം എന്തുകൊണ്ട് രാജ്യം ഇത്ര വിപുലമായി ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ഇത്ര വൈകാരിക അതിരേകത്തോടെ അവരെ ചേർത്ത് പിടിക്കുന്നു ചോദിച്ചാൽ, ഭരണകൂടം വേട്ടയാടിയവരോട് ഈ രാജ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർ കാണിക്കുന്ന ഐക്യദാർഢ്യമാണ്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ അതിന് ആ നിലയ്ക്കുള്ള പ്രഹരശേഷി ഉണ്ടാവും. കാരണം ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, കൊൽക്കത്തയിലൊരു വനിതാ ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി രാജ്യം തെരുവിലിറങ്ങുന്നത്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരോട് ഐക്യദാർഢ്യപ്പെടാൻ കഴിയുന്ന, അതിനെ രാഷ്ട്രീയ രൂപമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സമൂഹമുള്ള നാടാണ് ഇത്. അപ്പോൾ അവർ പെട്ടെന്ന് കോൺഗ്രസ് ചേരുമെന്നൊക്കെ ചോദിച്ചാൽ BJPക്ക് വേണമെങ്കിൽ അത് പറയാം, കണ്ടോ കോൺഗ്രസ് ചേരാനുള്ള പരിപാടിയായിരുന്നു, കോൺഗ്രസിൻ്റെ സമരമായിരുന്നു എന്നൊക്കെ വേണമെങ്കിലുള്ള ക്യാമ്പയിൻ എടുക്കാൻ പറ്റും. അവിടെ രാഷ്ട്രീയ പ്രവേശനം ഏതെങ്കിലും വ്യവസ്ഥാപിത കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അവർ കുറച്ചുകൂടി ടൈം എടുക്കട്ടെ എന്ന് ഞാൻ പറയാം. പക്ഷേ അവർ അനുഭവിച്ച ഈ പ്രതിസന്ധികൾ, അവർ നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒന്നാണ്. വിനേഷ് ഫോഗട്ടിൻ്റെ കഥ നമ്മുടെ വരും തലമുറ പഠിക്കട്ടെ, പാഠരൂപത്തിൽ പഠിക്കട്ടെ എന്ന് ഞാൻ പറയാം.